ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയേക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സീറ്റ് സംബന്ധിച്ച ചർച്ചകൾക്കായി തിരുവനന്തപുരം കോൺഗ്രസ്, കേരള കോൺഗ്രസ് ഉഭയകക്ഷി യോഗവും ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ സീറ്റ് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച യു.ഡി.എഫ് കൺവീനർ എം ഹസനും പ്രതിപക്ഷ നേതാവ് വി.ഡി സതീശനും ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും പാർട്ടി ചെയർമാൻ പി.ജെ ജോസഫും മോൻസ് ജോസഫ് എം.എൽ.എയുമായിരിക്കും പങ്കെടുക്കുക. മുൻ എം.പി. പി.സി. തോമസ്, ഫ്രാൻസിസ് ജോർജ്, കെ.എം. മാണിയുടെ മരുമകൻ എം.പി. ജോസഫ് എന്നിവരുടെ പേരുകൾക്കാണ് അവസാനഘട്ടത്തിൽ മുൻതൂക്കം. അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, സജി മഞ്ഞക്കടമ്പിൽ എന്നിവരുടെ പേരുകളും ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും പിന്നീട് ചർച്ചകളിൽ ഇടം പിടിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. സീറ്റ് കേരള കോൺഗ്രസിന് നൽകുമെങ്കിലും സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച് തങ്ങളുടെ താൽപര്യം കൂടി പരിഗണിക്കണമെന്ന ഉപാധി കോൺഗ്രസ് ജോസഫിനും കൂട്ടർക്കും മുന്നിൽ വെച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജ് അല്ലെങ്കിൽ എം.പി. ജോസഫ് എന്നതാണ് കോൺഗ്രസിന്റെ താൽപര്യം. കെ.എം. മാണിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ആളായതിനാൽ എം.പി. ജോസഫിന്റെ കാര്യത്തിൽ പ്രത്യേക താൽപര്യവുമുണ്ട്. ജോസ് കെ മാണിയും കൂട്ടരും പാർട്ടി വിട്ടുപോയ സാഹചര്യത്തിൽ കോട്ടയം സീറ്റ് തിരികെ എടുക്കാനുള്ള നീക്കം കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ നിലപാട് ജോസഫ് സ്വീകരിച്ചു. കെ.എം. മാണിയും പി.ജെ ജോസഫും ഉൾപ്പെട്ട ഐക്യ കേരള കോൺഗ്രസിനായിരുന്നു കോട്ടയം സീറ്റ്. കെ.എം. മാണി മരണം വരെ യു.ഡി.എഫിലായിരുന്നു. പിന്നീട് ഒരു വിഭാഗം എൽ.ഡി.എഫിലേക്ക് പോയെങ്കിലും ഭൂരിഭാഗം കേരള കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോഴും യു.ഡി.എഫിനൊപ്പം തുടരുകയാണ്. സ്വാഭാവികമായും കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റിൽ അവകാശമുണ്ടെന്നായിരുന്നു ജോസഫ് നേരത്തെ വ്യക്തമാക്കിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന്റെ ഭാഗമായി മത്സരിച്ച കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ 1 ലക്ഷത്തിലേറെ വോട്ടിനായിരുന്നു മണ്ഡലത്തിൽ വിജയിച്ചത്. ചാഴിക്കാടന് 4,21,046 വോട്ടുകൾ ലഭിച്ചപ്പോൾ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി.എൻ. വാസവന് 3,14,787 വോട്ടുകളായിരുന്നു നേടാൻ സാധിച്ചത്. എൻ.ഡി.എക്ക് വേണ്ടി കേരള കോൺഗ്രസ് നേതാവും മുൻ എം.പിയുമായ പി.സി. തോമസ് ആയിരുന്നു മണ്ഡലത്തിൽ പോരിനിറങ്ങിയത്. 1,54,658 വോട്ടുകൾ നേടി മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എൽ.ഡി.എഫിൽ ഇത്തവണ സീറ്റ് കേരള കോൺഗ്രസിനായിരിക്കുമെന്നതിൽ സംശയമില്ല. തോമസ് ചാഴിക്കാടൻ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയുമായേക്കും. ബി.ജെ.പിയിൽ നിന്നും പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് അനിൽ ആന്റണിയുടെ പേരാണ്. അതേസമയം കേരള കോൺഗ്രസ് എം മുന്നണി വിട്ട സാഹചര്യത്തിൽ കോട്ടയം സീറ്റ് തിരികെ എടുക്കണമെന്ന ആവശ്യം മാസങ്ങൾക്ക് മുൻപേ കോൺഗ്രസിൽ നിന്നും ഉയർന്നിരുന്നു. സീറ്റ് ജോസഫിനും കൊടുക്കുകയാണെങ്കിൽ പി.ജെ ജോസഫോ മോൻസ് ജോസഫോ തന്നെ മത്സരിക്കണമെന്ന ആവശ്യവും കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കൾ കെ.പി.സി.സിക്ക് മുന്നിൽ ഉയർത്തുകയും ചെയ്തതാണ്. മത്സരിക്കാൻ ഇവർ തയ്യാറായില്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്നും ഇവർ അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം തങ്ങളുടെ ആഭ്യന്തര വിഷയമാണെന്നാണ് കേരള കോൺഗ്രസ് അന്ന് പറഞ്ഞത്. കോട്ടയം സീറ്റ് ലക്ഷ്യം വെക്കുന്ന ജില്ലയിൽ നിന്നുള്ള ചില നേതാക്കൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമമാണിതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി സതീശനും കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും കോട്ടയം സീറ്റ് സംബന്ധിച്ച ഉറപ്പ് നേരത്തെ തന്നെ നൽകിയെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ അന്നേ വ്യക്തമാക്കിയിരുന്നു.